നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കർണാടകയിലെത്തുന്ന പോലീസുകാർക്ക് സൗജന്യയാത്ര അനുവദിക്കുമെന്ന് മന്ത്രി UT ഖാദർ. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. റെയിൽവേയുടെ സ്ലീപ്പർ ടിക്കറ്റ് പരിഷ്കാരം യാത്രികർക്ക് തിരിച്ചടിയാകുന്നു. ഹ്രസ്വദൂര യാത്രികരിൽ വൻ പ്രതിഷേധം. SSLC പരീക്ഷയിൽ അഭിമാന നിറവിൽ അമ്പലത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പൗരാവലിയുടെ സ്വീകരണം. റെയിൽവേയുടെ ക്രൂരത. കാഞ്ഞങ്ങാട്ട് കരാർ തൊഴിലാളിയെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത് വിവാദമാകുന്നു. ഫാസിസത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ ഗ്രാമയാത്ര. അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഗ്രാമയാത്രയ്ക്ക് മടിയനിൽ സമാപനം. ഭാഗവത കഥകളിൽ ലയിച്ച് രാമനഗരം. മാവുങ്കാല ശ്രീരാമ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഐതിഹ്യസമ്പന്നമായ നീലേശ്വരം കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന് സമാപനം. വിഷ്ണുമൂർത്തിയുടെ അനുഗ്രഹം തേടി ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് സമ്മേളനം ചേർന്നത്. കേരള പോലീസിന് കർണാടകത്തിൽ സൗജന്യയാത്ര അനുവദിക്കുമെന്ന് കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ പറഞ്ഞു. പടന്നക്കാട് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Cashless treatment. Any government employees of any department, if he or his family members get to any high tertiary care treatment like cancer, kidney, neuro, ortho, which are major diseases, which are small, other than small diseases, they can go to any private hospital which is compared by the government, and they can get free of cost of treatment. They can come without paying price also. And the government of health department will pay the money, and we later will take from that department to our department. കേസന്വേഷണത്തിനായി കർണാടകയിലെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ബസ്സുകളിൽ യാത്രാ സൗജന്യം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് അസോസിയേഷൻ നേതാക്കൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ജില്ലാ പ്രസിഡന്റ് K. സന്തോഷ് അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ, കൌൺസിലർ രവീന്ദ്രൻ പുതുക്കൈ, സംസ്ഥാന പ്രസിഡന്റ് KS ചന്ദ്രാനന്ദൻ, DYSPമാരായ P. തമ്പാൻ, TP രഞ്ജിത്ത്, MV സുകുമാരൻ, MA രഘുനാഥൻ, KV ഗിരീഷ് കുമാർ, പ്രസ് ഫോറം സെക്രട്ടറി N. ഗംഗാധരൻ, ജനാർദ്ദനൻ മാസ്റ്റർ, PK സുധാകരൻ, P. ബാലകൃഷ്ണൻ നായർ, KE പ്രേമചന്ദ്രൻ, ബാലകൃഷ്ണൻ കല്ലറ തുടങ്ങിയവർ സംസാരിച്ചു. K. പ്രമോദ് സ്വാഗതവും PR ശ്രീനാഥ് നന്ദിയും പറഞ്ഞു. ട്രെയിൻ യാത്രികർക്ക് തിരിച്ചടിയായി പുതിയ പരിഷ്കാരം. 200 കിലോമീറ്ററിലധികം ദൂരം യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ സ്ലീപ്പർ ടിക്കറ്റിൽ യാത്ര ചെയ്യാനാകൂ എന്ന തീരുമാനമാണ് ഹ്രസ്വദൂര യാത്രികർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ സ്ലീപ്പർ ടിക്കറ്റിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇനി മുതൽ ട്രെയിനുകളിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനാകൂ. ഈ തീരുമാനം ഹ്രസ്വദൂര യാത്രികർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നു മുതൽ നടപ്പിലാകുന്ന പുതിയ പരിഷ്കാരത്തിൽ 200 കിലോമീറ്ററിലധികം യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സേവനം ലഭ്യമാകൂ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ട്രെയിൻ യാത്രികർക്കാണ് ഈ തീരുമാനം ഏറെ ബാധിക്കുക. മംഗലാപുരത്തേക്ക് ആശുപത്രികളിലും മറ്റാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ തിരക്കിട്ട ലോക്കൽ കമ്പാർട്ട്മെന്റിനെയായിരിക്കും ആശ്രയിക്കേണ്ടി വരിക. സ്ലീപ്പർ കോച്ചുകളിൽ രാത്രികാലങ്ങളിൽ എന്ന പോലെ പകൽ സമയങ്ങളിലും വടക്കൻ ജില്ലകളിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്ക് 2 ആഴ്ച മുൻപെങ്കിലും ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. റിസർവേഷൻ കോച്ചിൽ സീസൺ ടിക്കറ്റുകാരും ടിക്കറ്റ് എടുത്ത നിരവധി യാത്രക്കാരും എപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. മറ്റ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തീരെ സൗകര്യമില്ലാത്തതുകൊണ്ട് ഈ ഗവൺമെൻറ് ജോലിക്കും മറ്റ് സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും സൗകര്യപ്രദമാണ്. ശരിക്കും ഈ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ഫലപ്രദമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം.
സാധാരണ ഈ റിസർവേഷൻ കോച്ചിൽ തന്നെ എല്ലാ തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനുകളിൽ S6 കോച്ച് ഒക്കെ ഇത് യാത്രക്കാർക്ക് എപ്പോഴും സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ നയപ്രകാരം ആ സൗകര്യമെല്ലാം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് എങ്ങനെ യാത്ര ചെയ്യും? അത് നിരവധി യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ കോച്ചുകൾ അനുവദിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. റെയിൽവേ നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരം മംഗലാപുരത്തും ആശുപത്രിയിലും മറ്റും യാത്ര ചെയ്യുന്നവരെയാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തീരുമാനങ്ങളിൽ ഭേദഗതി ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറാമാൻ വിമൽ കുമാറിനോടൊപ്പം റൈഫായിക്ക് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. കണ്ണില്ലാത്ത അനീതി. കാഞ്ഞങ്ങാട്ട് കരാർ തൊഴിലാളിയെ റെയിൽവേ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടു. മുന്നറിയിപ്പില്ലാതെ ശുചീകരണ തൊഴിലാളിയെ പിരിച്ചുവിട്ടു. തൊഴിൽ ദിനത്തിലാണ് റെയിൽവേ അധികൃതർ രമണിയോട് ഈ അനീതി കാണിച്ചത്. മെയ് ദിനത്തിൽ ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ തൊഴിൽ നഷ്ടവേദനയിൽ കണ്ണീരൊഴുക്കുകയാണ് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളി മഞ്ഞോട്ട് ക്ഷേത്രത്തിന് സമീപത്തെ രമണി. കരാറടിസ്ഥാനമനുസരിച്ച് 2 വർഷമായി ശുചീകരണ ജോലിയിലേർപ്പെട്ട ഇവരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. 3 മാസം മുമ്പ് കരാറുകാരനായി ജോലിയേറ്റെടുത്ത വ്യക്തിയാണ് ഈ സ്ത്രീയെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയ കാര്യം അറിയിച്ചത്. യാതൊരു മുന്നറിയിപ്പും നൽകാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് തന്നെ ഒഴിവാക്കിയതെന്ന് രമണി പറയുന്നു. 1.5 മാസത്തെ ശമ്പളവും PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും രമണി പരാതിപ്പെടുന്നു. അങ്ങനെ ഇവിടുന്ന് 2-3 നാളെത്തിട്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നു. നമുക്ക് കഴിഞ്ഞ മാസം ശമ്പളം പീഡയിലാണ് കൊടുത്തത്. സൂപ്പർവൈസറിലാണ് നമുക്ക് ശമ്പളം തരുന്നത്. ഇവിടെ ഒരു സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫാണ് നമുക്ക് ശമ്പളം തരുന്നത്. അത് ഒരു മാസത്തെ പൈസ ഒരു ദിവസം ശമ്പളം കട്ടാക്കിയിട്ടാണ് എനിക്ക് തരുന്നത്. അതെല്ലാം ചോദിച്ചുകൊണ്ട് അവർക്ക് കുറവായതുകൊണ്ട് അവർ കോൺട്രാക്ട് എടുത്തവരെ വിളിച്ചിട്ട് പറഞ്ഞു ആ പെണ്ണുങ്ങളെ പറഞ്ഞേക്കണം. നമ്മൾ 2 വർഷം 3 മാസമായി ഇവിടെ പണിയെടുക്കുന്നു. ഇത്ര വരെ ഒരു കളങ്കപ്പെട്ട പണി നമ്മൾ ഇവിടെ എടുത്തിട്ട സത്യസന്ധയോടെ പണിയെടുക്കുന്ന തൊഴിലാളിയാണ്. ആ തൊഴിലാളിനെ ഇങ്ങനെ മാറ്റണമെങ്കിൽ അവർക്ക് വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. കൂലിത്തൊഴിലാളിയായ ഭർത്താവ് കരുണന്റെ വരുമാനം മാത്രമാണ് രമണിയുടെ കുടുംബത്തിന്റെ ഏക ആശ്രയം. രമണിയുടെ വരുമാനം മുടങ്ങിയതോടെ കുടുംബം ദുരിതത്തിന്റെ തീരാക്കയത്തിൽ വീണിരിക്കുകയാണ്. നീതി നിഷേധത്തിനെതിരെ തൊഴിലാളി സംഘടനകളൊന്നും ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. അഭിമാന നിറവിൽ അമ്പലത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 100% വിജയം നേടിയ കുട്ടികൾക്ക് നാടിന്റെ ആദരം. PTA-യും അധ്യാപകരും വിദ്യാർത്ഥികളും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചതിലൂടെ SSLC പരീക്ഷയിൽ സ്കൂൾ 100% വിജയം നേടിയ ആഹ്ലാദത്തിലാണ് അമ്പലത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അമ്പലത്തറയിലെ പൗരാവലി അനുമോദിച്ചു. വാർഡംഗം പ്രേമസുധ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനുള്ള ഉപഹാരം വാർഡംഗം MV നാരായണനും പ്രിൻസിപ്പൽ MP പത്മനാഭൻ മാസ്റ്റർക്ക് V കൃഷ്ണനും ഉപഹാരം നൽകി. മുഴുവൻ വിഷയത്തിലും A+ നേടിയ രേവതിക്കും മറ്റ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും വാർഡംഗം പ്രേമസുധ ഉപഹാരം നൽകി. ചടങ്ങിൽ V കൃഷ്ണൻ അധ്യക്ഷനായി. ജയരാജൻ മാസ്റ്റർ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, സതി ടീച്ചർ, രാജേഷ് സക്കറിയ, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MP പത്മനാഭൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി.
എൻ അമ്പാടി സ്വാഗതവും CK വിജയകുമാർ നന്ദിയും പറഞ്ഞു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാതല വിശദീകരണ യോഗം കാസർഗോഡ് നടന്നു. സർക്കിൾ ഓഫീസ് പരിസരത്താണ് യോഗം ചേർന്നത്. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU നമ്മുടെ സംഘടന സ്ഥാപനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നും ട്രേഡ് യൂണിയൻ ആക്ടിന് വിധേയമായി പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും കൃത്യമായി ലേബർ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച് മത്സരിക്കുന്നതിനുള്ള അംഗീകാരം നേടിയിട്ടുണ്ട്. നമുക്ക് പുറമെ നിലവിൽ അംഗീകാരമുള്ള AITUC എന്ന് പറയുന്ന സംഘടന വർക്കേഴ്സ് ഫെഡറേഷൻ അംഗീകാരം നേടിയിട്ടുണ്ട്. K. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. V. ജനാർദ്ദനൻ, KP രാമചന്ദ്രൻ, M. ഭാസ്കരൻ, KM ജലാലുദ്ദീൻ, K. ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫാസിസത്തിനെതിരെ മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഗ്രാമയാത്രയ്ക്ക് സമാപനം. മടിയനിൽ സമാപന പൊതുസമ്മേളനം നടന്നു. ഫാസിസത്തിനെതിരെ മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഗ്രാമയാത്ര സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ യോഗങ്ങൾക്ക് ശേഷം ഗ്രാമയാത്ര മടിയനിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടായി പിളർന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു പാർട്ടി പോലും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കെതിരായി ആ സമീപനത്തിനെതിരായി നിന്നപ്പോ ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഡൽഹി മാമ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളെ വോട്ട് നിങ്ങൾക്ക് തരാം, വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു പല മത പുരോഹിതന്മാർ പോയി പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 14 അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. ചടങ്ങിൽ ആദ്യകാല മുസ്ലിം ലീഗ് പ്രവർത്തകരെ ആദരിച്ചു. MM അബ്ദുൾ റഹ്മാൻ, A ഹമീദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, MP ജാഫർ, PV സുരേഷ്, കമ്മാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സെയിലേഴ്സ് ക്ലബ്ബ് കാഞ്ഞങ്ങാടിന്റെ വനിതാ വിങ് രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിലാണ് യോഗം നടന്നത്. കപ്പൽ ജീവനക്കാരുടെ സംഘടനയായ സെയിലേഴ്സ് ക്ലബ്ബ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ വിങ് രൂപീകരിച്ചു. ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന യോഗം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടനയായി നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയം തൊഴിൽ നമുക്ക് ചെയ്യാനൊരു സംവിധാനം ഉണ്ടാക്കാം. എന്തെങ്കിലും കാര്യങ്ങളിൽ എല്ലാവരും കൂടെ, കാരണം പല മേഖലയിൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പൊ അവരുടെ കഴിവുകളൊക്കെ പുറത്തിറക്കിക്കൊണ്ട് നമുക്ക് നിങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. മധു കുണ്ടംകുഴി അധ്യക്ഷനായി. സൈറസ് പീറ്റർ, V സജിത്, രാജേന്ദ്രൻ പാലക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. സെയിലേഴ്സ് ക്ലബിന്റെ വനിതാ ഘടകം രൂപീകരിച്ചു. കാരാട്ടുവയൽ സൗഭാഗ്യ റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാരാട്ടുവയൽ സൗഭാഗ്യ റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജനറൽ സെക്രട്ടറി K. സദാശിവക്കിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൗഭാഗ്യ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രമേശ് അധ്യക്ഷനായി. SSLC വിജയികൾക്ക് ഹോസ്ദുർഗ് SI U. പ്രേമൻ സമ്മാനം വിതരണം നടത്തി. ഇനി ശ്രീപ്രിയയെ സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ദീപയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗഭാഗ്യ റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷിക ആഘോഷം ആണ് ഇവിടെ നടക്കുന്നത്. വളരെ നല്ല ഒരു കാര്യമാണ്. ഇന്ന് കേരള പോലീസും ഇതുപോലുള്ള റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലുള്ള കൂട്ടായ്മകൾ വളരെ അത്യാവശ്യമായ സംഗതിയാണ്. പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ ഇന്ന് റെസിഡൻസ് അസോസിയേഷനും വളരെയധികം സഹായം നൽകുന്നുണ്ട്. അത് ഈ സൗഭാഗ്യ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാർഷികാഘോഷം നെഹ്റു കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ KP മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. 30 കുടുംബങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഈ സൗഹൃദ കൂട്ടായ്മ
വളരെ ഹൃദ്യമായ ഒരു സംഘടനയാണ്. ഈ പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും മാത്രമല്ല ഒത്തുചേരാനുള്ള ഒരു വേദി എന്ന നിലയിലും ഈ കൂട്ടായ്മ വളരെ വളരെ ശ്ലാഘനീയമാണ്. കൗൺസിലർ CK വത്സലൻ, KN ജഗദീഷ് നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. VV നിഷീദ് സ്വാഗതവും K ഉണ്ണികൃഷ്ണൻ നായർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. രാവണേശ്വരം അരുണോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. നേപ്പാളിലെ ഭൂകമ്പത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ പണം സ്വരൂപിക്കാനാണ് രാവണേശ്വരം അരുണോദയ ക്ലബ് ലക്ഷ്യമിടുന്നത്. ടൂർണമെന്റിൽ ലഭിക്കുന്ന മിച്ചം നേപ്പാളിലെ പുനരധിവാസത്തിന് നൽകാനാണ് തീരുമാനം. ടൂർണമെന്റ് ഹോസ്റ്ററുക ഇൻസ്പെക്ടർ യു പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ശശിധരൻ അധ്യക്ഷനായി. വാർഡംഗം PA ശകുന്തള, AK പ്രസാദ്, ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സനൽകുമാർ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ ശ്രദ്ധേയമായി. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിഷൻ 2020 കാസർഗോഡ് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബും ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കേണ്ട ഒരു ദേശീയ ബോധം. ഇപ്പോൾ 5 ദിവസമോ 10 ദിവസമോ കലോത്സവം നടത്തി കഴിയുമ്പോൾ സംഘാടകർക്ക് ഒരു ബാധ്യത ആദ്യം തോന്നുമെങ്കിൽ പോലും 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ വിചാരിക്കുക ഈ കുട്ടികൾ പോകേണ്ടതില്ല. കുട്ടികൾക്ക് തോന്നുക ഒരു ദിവസം കൂടെ. ഏത് സ്ഥലത്തും എത്ര വലിയ രീതിയിലുള്ള സംഘാടനമാണ് നമ്മുടെ കലോത്സവങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്നത്. എന്താ കാരണം? അത് ഒരു ജനകീയ രൂപം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് 2 വശമുണ്ട്. ഞാൻ മറ്റേ കച്ചവട മേഖല അത് ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറം വിദ്യാഭ്യാസം ഞങ്ങളുടെ കുടുംബത്തിന്റെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അതൊരു പൊതുസമൂഹത്തിന്റെ ബോധമായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ അതിലുള്ള അപാകതകൾ പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് എത്തണം. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MO വർഗീസ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ K. കുഞ്ഞിരാമൻ, E. ചന്ദ്രശേഖരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP. ശ്യാമളാദേവി, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സുശീൽ ആരോൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ CK ശ്രീധരൻ, K. ശ്രീകാന്ത്, CH കുഞ്ഞമ്പു, KP ജയരാജൻ, KS അൻവർ സാദത്ത്, AK ശ്യാം പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഡോക്ടർ PV രാഘവൻ, ഡോക്ടർ C. ബാലൻ, ഡോക്ടർ A. അശോകൻ, പ്രൊഫസർ V. ഗോപിനാഥൻ, CL ഹമീദ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നീലേശ്വരം നഗരസഭാ പരിധിയിലെ പട്ടേന പാടശേഖരത്തിൽ തുരുമ്പെടുക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാർഷിക യന്ത്രങ്ങൾ. കൃഷിഭവൻ മുഖേന സബ്സിഡിയോടെ വായ്പയെടുത്ത് വാങ്ങിയ യന്ത്രങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടേന പാടശേഖര സമിതി കെട്ടിടത്തിലും വരാന്തയിലും കാണുന്ന ഈ യന്ത്രങ്ങളെല്ലാം നാശോന്മുഖമാണ്. ട്രാക്ടർ, ടില്ലർ, കൊയ്ത്തു യന്ത്രം, മെതിയന്ത്രം, നെല്ലുമാറ്റുന്ന യന്ത്രം തുടങ്ങി വയലിലെ ജോലികളും അനുബന്ധ ജോലികളും ലഘൂകരിക്കുന്ന എല്ലാ യന്ത്രങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ കർഷകർക്ക് ഇവ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സമിതിയുടെ പ്രവർത്തനം നിർജീവമാകുമ്പോഴാണ് ലക്ഷങ്ങൾ തുരുമ്പെടുത്ത് പാഴാകുന്നത്. നഗരസഭയിലെ നാഗച്ചേരി, പാലായി, പട്ടേന, അങ്കക്കളരി, പൂവാലംകൈ, മൂലപ്പള്ളി, തൈക്കടപ്പുറം, പള്ളിക്കര എന്നിവിടങ്ങളിലായി 60 ഹെക്ടർ സ്ഥലത്താണ് പാടശേഖരമുള്ളത്. പാലായി, പട്ടേന, നാഗച്ചേരി തുടങ്ങിയ പ്രധാന പാടശേഖര സമിതികൾക്കാണ് കൃഷിഭവൻ മുഖേന യന്ത്രങ്ങൾ നൽകിയത്. യന്ത്രം പ്രവർത്തിപ്പിക്കാൻ പരിശീലനം ലഭിച്ച തൊഴിലാളികളുടെ അഭാവവും യന്ത്രങ്ങൾ തുരുമ്പെടുക്കാൻ കാരണമാണ്. നമ്മൾ കിട്ടിയതിന് ശേഷം നമ്മളിത് ഓടിക്കാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഡ്രൈവർ കിട്ടുന്നില്ല. ഡ്രൈവർ പറഞ്ഞാൽ നമ്മൾ കുറേ ഡ്രൈവർമാർ നോക്കി, അവരെല്ലാം പറഞ്ഞ് വന്നു 1-2 ദിവസം ഓടിച്ചു. അതിന് കൃത്യമായിട്ട് അറിയാതെ വരാൻ കുറേ ആൾക്കാർ ഇത്
അവ കണ്ടെത്തുന്ന വണ്ടി താവുകയും പിടിക്കുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് 1-2 ആൾക്കാർ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി കഴിയാതെ അവർ കഴിച്ചിട്ട് പോയി. രണ്ടാമത് ഇപ്പോൾ പാലക്കാട് നമ്മൾ ആളെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അവരെ നമ്മൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ അവർ പോയതാണ്. അവർ ഇതുവരെ വന്നില്ല. ഇതെല്ലാം റിപ്പയർ ആക്കിയാൽ തന്നെ ഇനി കൃത്യമായിട്ട് ഒരു ഡ്രൈവർ കിട്ടാൻ കഴിയാതെ സ്ഥിതിയായില്ല. ലക്ഷങ്ങളുടെ യന്ത്രങ്ങൾ നാശോന്മുഖമായി കിടക്കുന്നതിനിടെ കർമ്മസേന എന്ന പുത്തൻ പദ്ധതി രൂപീകരിച്ച വീണ്ടും യന്ത്രങ്ങൾ വാങ്ങാനുള്ള തിടുക്കത്തിലാണ് കൃഷിവകുപ്പ്. നീലേശ്വരം ബ്ലോക്ക് പരിധിയിൽ കർമ്മസേന രൂപീകരിച്ചു കഴിഞ്ഞു. നീലേശ്വരം കൃഷിഭവനിലും ഉടൻ സേന രൂപീകരിച്ച കാർഷിക യന്ത്രങ്ങൾ വാങ്ങാനുള്ള തിടുക്കത്തിലാണ് അധികൃതർ. ശുചീകരണം നടക്കാത്തതിനാൽ ചെറുവത്തൂരിലെ കംഫർട്ട് സ്റ്റേഷൻ സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടിയൊലിക്കുന്നു. മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതോടെ ജനങ്ങൾ ദുരിതത്തിലായി. ഇതേ തുടർന്ന് ഒരാഴ്ചയായി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുകയാണ്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് കംഫർട്ട് സ്റ്റേഷനുള്ളത്. ഒരാഴ്ച മുമ്പാണ് ടാങ്കുകൾ നിറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വിവരം കംഫർട്ട് സ്റ്റേഷൻ കരാറുകാരൻ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിരുന്നു അത്രേ. എന്നാൽ പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരൻ പറയുന്നു. ടാങ്കിലെ വിസർജ്യം മാറ്റാൻ തമിഴ്നാട്ടുകാരായ തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത്. ഇവർക്ക് കൊടുക്കാനുള്ള വേതനം പഞ്ചായത്ത് അനുവദിക്കണം. ഇതിനായി നടത്തിപ്പുകാരൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. നടപടിയുണ്ടായിട്ടില്ല. വാഹനപ്പണിമുടക്കും മെയ്ദിനാവധിയും കഴിഞ്ഞ് 2-ന് സെക്രട്ടറി വരണ്ടേ എന്നാണ് ശൗചാലയത്തിന് മുമ്പിലെത്തുന്നവരോട് നടത്തിപ്പുകാരന്റെ മറുപടി. പഞ്ചായത്ത് കൊടുക്കൂലെന്നൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞത്. ടാങ്കി എടുക്കാനൊക്കെ പഞ്ചായത്ത് കൊടുക്കേണ്ടതാണ്, പതിവായിട്ട് കൊടുക്കുന്നതല്ലേ ഏത് സമയത്ത്. പിന്നെ അറ്റിക്കുറ്റപ്പണിക്കൊക്കെ പിന്നെ അത് കോൺട്രാക്ട് എടുത്ത ആൾക്ക് കൊടുക്കാം. ചെറിയ ചെറിയ പൈസൻ്റെ ഒക്കെ വലിയ പൈസയല്ലേ. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിൽ കക്കൂസ് മാലിന്യങ്ങൾ സമീപത്താകെ ഒലിച്ചിറങ്ങുകയാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ ഇവിടെയുള്ളവരും ദുരിതത്തിലായി. നിത്യവും നൂറുകണക്കിന് ആളുകളാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഈ കംഫർട്ട് സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. ദിവസങ്ങളായി ഇത് അടച്ചിട്ടതോടെ ബസ് ജീവനക്കാരും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കടുത്ത ദുരിതമനുഭവിക്കുകയാണ്. സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള സ്കൂൾ ഉത്സവ് കാഞ്ഞങ്ങാട് നയാ ബസാർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ സ്കൂൾ ഉത്സവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എം ഹമീദാജി ആദ്യ വിൽപ്പന നിർവഹിച്ചു. മെയ് 4 മുതൽ ജൂൺ 10 വരെ സ്കൂൾ ഉത്സവം നീണ്ടു നിൽക്കും. പുല്ലൂർ പുലിക്കോടൻ തറവാട് ഗുരുവിന്റെ പുനഃപ്രതിഷ്ഠാ കലശവും കളിയാട്ട ഉത്സവവും സമാപിച്ചു. പുല്ലൂർ പുലിക്കോടൻ തറവാടിൽ ഗുരുവിന്റെ പുനഃപ്രതിഷ്ഠാ കലശത്തിനും കളിയാട്ട ഉത്സവത്തിനും സമാപനം. ഭക്തിയുടെ നിറവിൽ ഗുരുപ്രതിഷ്ഠ നടന്നു. കളിയാട്ടത്തിന്റെ ഭാഗമായി കുട്ടിച്ചാത്തൻ, ഭൈരവൻ, പൊട്ടൻ ദൈവം, ചാമുണ്ടേശ്വരി, വിഷ്ണുമൂർത്തി, കാരകുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച വെഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പ്രശസ്ത നർത്തകിയും ചലച്ചിത്ര താരവുമായ രമ്യ നമ്പീശൻ വെഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ, ജനറൽ മാനേജർ ഇബ്രാഹിം, മാനേജിംഗ് പാർട്ണർ CP ഫൈസൽ, നാരായണൻ മുത്തേടത്ത്, മാനേജർ മഹറൂഫ് എന്നിവർ സംബന്ധിച്ചു. പ്രസിദ്ധമായ നീലേശ്വരം കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിലെ കളിയാട്ടം സമാപിച്ചു. ആരുടെ സ്ഥാനത്ത് അരങ്ങു നിറഞ്ഞാടിയ വിഷ്ണുമൂർത്തിയെ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. വിഷ്ണുമൂർത്തി തെയ്യക്കോലത്തിന്റെ ഉത്ഭവസ്ഥാനമായ കോട്ടപ്പുറം വൈകുണ്ഠത്തിലെ കളിയാട്ടത്തിൽ സമാപന ദിവസത്തിലാണ് വിഷ്ണുമൂർത്തിയുടെ പ്രാധാന്യമേറിയ പുറപ്പാട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് കളിയാട്ടം കാണാൻ ക്ഷേത്രത്തിലെത്തിയത്. അണിയറയിൽ നിന്നെത്തി കോലമണിഞ്ഞ ശേഷം ഉറഞ്ഞാടി ഹിരണ്യ നിഗ്രഹം ചെയ്തു. ഉഗ്ര നരസിംഹരൂപത്തിൽ ഉറഞ്ഞാടിയ തെയ്യക്കോലത്തിനു മുൻപിൽ
ആർപ്പു വിളിച്ചും കൈകൂപ്പിയും തിരുമുറ്റം നിറഞ്ഞ പുരുഷാരം തൊഴുതു നിന്നു. ഉഗ്രനരസിംഹഭാവത്തിനു ശേഷം വരായുധങ്ങളണിഞ്ഞ് അഭയമുദ്ര കാട്ടി ഭദ്ര നരസിംഹ സങ്കല്പത്തിൽ പള്ളിയേറ പ്രദക്ഷിണം ചെയ്തു. വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെത്തിയ ആയിരങ്ങൾക്ക് അന്നദാനവും ഒരുക്കി. വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടിനെ തുടർന്ന് എഴുന്നള്ളത്തും തേങ്ങയേറും നടന്നു. വൈകിട്ട് വിഷ്ണുമൂർത്തി തിരുമുടി അഴിച്ചതോടെ 6 ദിവസത്തെ കളിയാട്ടം സമാപിച്ചു. രാമനഗരം ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ഭാഗവത സപ്താഹയജ്ഞത്തിനും തുടക്കമായി. മാവുങ്കൽ രാമനഗരം ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. പഴയേടം വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ശനിയാഴ്ച കപിലോപദേശം, ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം തുടങ്ങിയ കഥാഭാഗങ്ങൾ പാരായണം ചെയ്തു. മെയ് 5 വൈകിട്ട് 5 മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. മെയ് 9 പ്രതിഷ്ഠാദിന ഉത്സവവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കർണാടകയിലെത്തുന്ന പോലീസുകാർക്ക് സൗജന്യയാത്ര അനുവദിക്കുമെന്ന് മന്ത്രി UT ഖാദർ. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. റെയിൽവേയുടെ സ്ലീപ്പർ ടിക്കറ്റ് പരിഷ്കാരം യാത്രികർക്ക് തിരിച്ചടിയാകുന്നു. ഹ്രസ്വദൂര യാത്രികരിൽ വൻ പ്രതിഷേധം. SSLC പരീക്ഷയിൽ അഭിമാന നിറവിൽ അമ്പലത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പൗരാവലിയുടെ സ്വീകരണം. റെയിൽവേയുടെ ക്രൂരത. കാഞ്ഞങ്ങാട്ടെ കരാർ തൊഴിലാളിയെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത് വിവാദമാകുന്നു. ഫാസിസത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ ഗ്രാമയാത്ര. അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഗ്രാമയാത്രയ്ക്ക് മടിയനിൽ സമാപനം. ഭാഗവത കഥകളിൽ ലയിച്ച് രാമനഗരം. മാവുങ്കാല ശ്രീരാമക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഐതിഹ്യസമ്പന്നമായ നീലേശ്വരം കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന് സമാപനം. വിഷ്ണുമൂർത്തിയുടെ അനുഗ്രഹം തേടി ആയിരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.